അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സൃഷ്ടികളിൽ ചിലർക്ക് ചിലരേക്കാൾ, ചിലതിന് മറ്റ് ചിലതിനേക്കാൾ ചില സ്ഥാനങ്ങളും ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമൊക്കെ പല കാരണങ്ങളാൽ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ജീവജാലങ്ങളിൽ മനുഷ്യന്, സ്ഥലങ്ങളിൽ മസ്ജിദുകൾക്ക്, ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസത്തിന്, ഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനിന്, രാവുകളിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാവിന്, ഇങ്ങനെ സൃഷ്ടികളിലെ ധാരാളം വിഭാഗങ്ങളിൽ ഈ ശ്രേഷ്ഠതാ വ്യതിയാനം നമുക്ക് ദർശിക്കാൻ കഴിയും. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രത്യേക സ്ഥാനവും മഹത്വവും ശ്രേഷ്ഠതയുമൊക്കെ നൽകിയ ഒരു മാസമാണ് അടുത്തതായി നമ്മിലേക്ക് കടന്നു വരുന്ന മുഹറം മാസം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ 36 നമ്പർ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നുണ്ട്: ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ. മാസങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ 12 എണ്ണമാണ്. ശേഷം തുടർന്ന് അല്ലാഹു പറയുന്നു: മിൻഹ അർബഅത്തുൻ ഹുറുമുൻ. അതിൽപ്പെട്ട 4 മാസങ്ങൾ യുദ്ധം വിലക്കപ്പെട്ട, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട, പവിത്രത കൽപ്പിക്കപ്പെട്ട മാസങ്ങളാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 4 മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന, അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്: അസ്സനതു 12 ശഹ്റൻ. ഒരു വർഷം 12 മാസങ്ങളായിട്ടാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്. മിൻഹ അർബഅത്തുൻ ഹുറുമുൻ. അതിലെ 4 മാസങ്ങൾ യുദ്ധം വിലക്കപ്പെട്ട പവിത്രമായ മാസങ്ങളാണ്. ശേഷം തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: സലാസുൻ മുതവാലിയാത്തുൻ ദുൽ ഖഅദതി വദുൽ ഹിജ്ജതി വൽ മുഹറം. അതിലെ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന ദുൽ ഖഅദ്, ദുൽ ഹജ്ജ്, മുഹറം എന്നീ മാസങ്ങളും വ റജബ് മുളറ അല്ലദി ബൈന ജുമാദ വ ശഅബാൻ. 4ാമത്തെ മാസം മുളർ ഗോത്രക്കാരുടെ മാസം എന്നറിയപ്പെടുന്ന ശഅബാനിൻ്റെയും ജുമാദൽ ലുഹ്റയുടെയും ഇടയിൽ വരുന്ന റജബ് മാസവുമാണ്. അപ്പോൾ മുഹറം മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പ്രത്യേകമായി തെരഞ്ഞെടുത്ത് പവിത്രത കൽപ്പിച്ചിരിക്കുന്ന മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. ഈ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന നാം ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും അതിൻ്റെ സ്ഥാനവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ആ ശ്രേഷ്ഠതയ്ക്കും മഹത്വത്തിനും കളങ്കം വരാത്ത രൂപത്തിൽ ആ മാസത്തിൽ കഴിഞ്ഞുകൂടേണ്ടതും അതിനെ സമീപിക്കേണ്ടതും വളരെ കൂടുതൽ അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ മുമ്പ് ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം അടക്കമുള്ള 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമായ മാസങ്ങളാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ പവിത്രമായ മാസങ്ങൾക്ക് കളങ്കം വരാതെ, അവയുടെ പവിത്രതയ്ക്ക് യാതൊരു കോട്ടവും തട്ടാതെ എങ്ങനെയാണ് ആ മാസങ്ങളിൽ കഴിഞ്ഞുകൂടേണ്ടത്, എങ്ങനെയാണ് ആ മാസങ്ങളെ സമീപിക്കേണ്ടത് എന്നുകൂടി വ്യക്തമാക്കി തരുന്നുണ്ട്. അല്ലാഹു പറയുന്നു: ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും. ഈ മാസങ്ങളിൽ നിങ്ങൾ പാപങ്ങളോ തിന്മകളോ തെറ്റുകളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കരുത്. ഈ മാസങ്ങളിൽ പാപങ്ങളും തെറ്റുകളും തിന്മകളും ചെയ്യുന്നത് ഈ മാസങ്ങളുടെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്നതാണ്, അതിൻ്റെ പവിത്രതയ്ക്ക് കുറവ് വരുത്തുന്നതാണ്. അതുകൊണ്ട് പാപങ്ങളും തെറ്റുകളും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കരുത്. ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, മുഹറം മാസത്തിലും മറ്റ് 3 മാസങ്ങളിലും പാപങ്ങളും തെറ്റുകളും ചെയ്യുന്നത് മറ്റ് മാസങ്ങളിൽ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് വളരെ കടുത്തതും ഗൗരവമുള്ളതുമായ അപരാധവും കുറ്റവുമാണ് എന്നും, ഈ മാസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകൾ, നന്മകൾ, അമലുസാലിഹാത്തുകൾ അത് ധാരാളം വലിപ്പമുള്ള, വണ്ണമുള്ള പ്രതിഫലങ്ങൾക്ക് കാരണമാണ് എന്നുമാണ്. തഫ്സീർ ഇബ്നു കസീറിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വിഷയത്തിലുള്ള വാക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ധാരാളം മതിയായതാണ്. തഫ്സീർ ഇബ്നു കസീറിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഇഖ്തസ്സ മിൻ ദാലിക 4 അശ്ഹുരിൻ.
മാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ഫജഅലഹുന്ന ഹറാമൻ അവകളെ പവിത്രമാക്കുകയും വഅല്ലമ ഹുറുമാതിഹിന്ന അവയുടെ പവിത്രതയെ അല്ലാഹു വലുതാക്കുകയും മഹത്വമുള്ളതാക്കുകയും ചെയ്തു. വജഅല ദംബ ഫീഹിന്ന അഅലമ വൽ അമല സാലിഹ വൽ അജ്റ അഅലമ ഈ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള അപരാധവും ഈ മാസങ്ങളിലെ അമലു സാലിഹാത്തുകളും അവയുടെ പ്രതിഫലങ്ങളും വളരെ വലിപ്പമുള്ളതും വണ്ണമുള്ളതുമാക്കി അല്ലാഹു നിശ്ചയിച്ചു. അപ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ മുഹറം മാസത്തിൽ നാം കഴിഞ്ഞുകൂടേണ്ടത്, അതിനെ നാം സമീപിക്കേണ്ടത് തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിന്നുകൊണ്ടും കഴിയാവുന്നത്ര അമലു സാലിഹാത്തുകൾ ഇബാദത്തുകൾ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുമായിരിക്കണം. ഇനി ഇതോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടതും പ്രത്യേകമായി നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടതും മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതയെ ധാരാളം വർദ്ധിപ്പിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട അമലാണ് ആശൂറ അഥവാ മുഹറം 10 നോമ്പ് എന്നുള്ളത്. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രേഷ്ഠമായതും മുഹറം 10 നോമ്പാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ ഇപ്രകാരം പറയുന്നതായി നമുക്ക് കാണാം: അഫ്ളലു സിയാമി ബഅദ ഷഹ്രി റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിലെ ഫർള് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷഹ്റുല്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുഹറം മാസത്തെ അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് വിശേഷിപ്പിച്ചതിലൂടെ ഈ മുഹറം മാസത്തിൻ്റെയും അതിലെ 10-ാം ദിവസത്തെ നോമ്പിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. റമളാൻ മാസത്തെ നോമ്പ് ഫർളാകുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും വളരെ നിർബന്ധമുള്ളതായി കണക്കാക്കി പ്രാധാന്യമുള്ളതായി കണക്കാക്കി ഈ മുഹറം 10 നോമ്പ് പിടിച്ചിരുന്നു എന്ന് ധാരാളം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട വസ്തുതയാണ്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതനുസരിച്ച് മുഹറം 10നോടൊപ്പം 9-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 11-ാമത്തെ ദിവസമോ ചേർത്താണ് നോമ്പ് പിടിക്കേണ്ടത്. ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം 10 മാത്രമാണ് നോമ്പ് പിടിച്ചിരുന്നത്. അന്ന് മാത്രം നോമ്പ് പിടിക്കാനാണ് സഹാബാക്കളോട് കൽപ്പിച്ചിരുന്നത്. എന്നാൽ യഹൂദികളും നസാറാക്കളും ഈ ദിവസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: സൂമു യൗമ ആശൂറാ, നിങ്ങൾ മുഹറം 10 നോമ്പ് പിടിക്കുക. വഖാലിഫു ഫീഹിൽ യഹൂദ, അതിൽ നിങ്ങൾ യഹൂദികളോട് എതിര് പ്രവർത്തിക്കുക. എങ്ങനെയാണ് യഹൂദികളോട് എതിര് പ്രവർത്തിക്കേണ്ടത് എന്ന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നത്: സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമ, നിങ്ങൾ മുഹറം 10 നോമ്പ് പിടിക്കുന്നതിനോടൊപ്പം ഒന്നുകിൽ അതിന് മുമ്പുള്ള ഒരു ദിവസമോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു ദിവസമോ അതിനോടൊപ്പം ചേർത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് നിങ്ങൾ യഹൂദികൾ ചെയ്യുന്നതിന് എതിര് ചെയ്യുക. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇദാ കാനൽ ആമുൽ മുഖ്ബിലു ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ സുംന അൽ യൗമ താസിഅ, മുഹറം 9-ാമത്തെ ദിവസവും കൂടി ചേർത്ത് നമ്മൾ നോമ്പ് പിടിക്കുന്നതാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ നന്ദി സൂചകമായി മുഹറം 10 മാത്രമാണ് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. ഇതിനെ പിൻപറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഹറം 10 മാത്രമാണ് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. എന്നാൽ പിറ്റേ വർഷം മുഹറമാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനാൽ തങ്ങൾക്ക് ഇത്തരത്തിൽ 2 ദിവസം നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താല്പര്യപ്പെട്ടതും അവസാനമായി നമ്മോട് നിർദ്ദേശിച്ചതും തങ്ങളുടെ ഇഷ്ടവും യഹൂദികളോട് എതിര് പ്രവർത്തിച്ചുകൊണ്ട് മുഹറം 10നോടൊപ്പം 9-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 11-ാമത്തെ ദിവസമോ ചേർത്ത് നോമ്പ് പിടിക്കലാണ്. അതുകൊണ്ട് നാം ഇത്തരത്തിലാണ് ആ നോമ്പ് പിടിക്കേണ്ടത്. ഈ നോമ്പിൻ്റെ പ്രതിഫലമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരും, അള്ളാഹു മാപ്പാക്കി തരും എന്നതാണ്. ഖത്താദ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതായി ഇപ്രകാരം നിവേദനം ചെയ്യുന്നുണ്ട്:
സിയാമു യൗമി ആശൂറാ, മുഹറം 10-ന്റെ നോമ്പ്, ഇന്നി അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനത്തല്ലതി ഖബ്ലഹു, അതിൻ്റെ പ്രതിഫലമായി ഞാൻ അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അയ്യുകഫിറ സനത്തല്ലതി ഖബ്ലഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ മാപ്പാക്കപ്പെടുക, പൊറുക്കപ്പെടുക എന്നതാണ്. ഇനി ഈ ദിവസത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു അമൽ കൂടി പരിശുദ്ധ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് മുഹറം 10-ന്റെ ദിവസത്തിൽ തൻ്റെ കുടുംബക്കാർക്ക്, തൻ്റെ വീട്ടുകാർക്ക് വിശാലമായി ഉദാരമായി ചെലവഴിക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സഹാബി വര്യൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യുന്നുണ്ട്: മൻ വസ്സഅ അലാ ഇയാലിഹി ഫി യൗമി ആശൂറാ, മുഹറം 10-ന്റെ ദിവസത്തിൽ ആരെങ്കിലും തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി, തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി വിശാലമായി ചെലവഴിച്ചാൽ, അവർക്ക് വിശാലത കാണിച്ചാൽ, വസ്സഅല്ലാഹു അലൈഹി അസ്സനത കുല്ലഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർഷം മുഴുവനും അവൻ്റെ മേൽ വിശാലത കാണിക്കുന്നതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ ധാരാളം സഹാബാക്കളിൽ നിന്നും ഇതേ കാര്യം തന്നെ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ സനദിൽ ദുർബലതയുണ്ടെങ്കിലും പ്രമുഖരായ ധാരാളം സഹാബാക്കളിലൂടെ നിവേദനം ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ ഈ ദുർബലതയെ ആ ഹദീസ് മറികടക്കുന്നുണ്ട്. ആയതിനാൽ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതും ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യം അമൽ ചെയ്യുന്നതിന് യോഗ്യമായതുമാണ്, ശരിയായതാണ് എന്നുമാണ് മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ചുരുക്കത്തിൽ ഇത്രയും കാര്യങ്ങളാണ് മുഹറം മാസത്തിൻ്റെയും പ്രത്യേകിച്ച് മുഹറം 10-ന്റെ ദിവസത്തിൻ്റെയും നോമ്പിൻ്റെയും ശ്രേഷ്ഠതയായും മഹത്വമായുമൊക്കെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പറഞ്ഞതല്ലാത്ത മുഹറം മാസത്തിലേക്കോ അല്ലെങ്കിൽ മുഹറം 10-ന്റെ ദിവസത്തിലേക്കോ അല്ലെങ്കിൽ മുഹറം 10-ന്റെ നോമ്പിലേക്കോ ഒക്കെ ചേർത്ത് പറയപ്പെടുന്ന ധാരാളം സംഭവങ്ങളും ധാരാളം ശ്രേഷ്ഠതകളും ധാരാളം വിശ്വാസങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അവയൊന്നും ശരിയായതോ പരിഗണിക്കാൻ പറ്റുന്ന തെളിവുകളിലൂടെ, പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടവയോ അല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചത് മുഹറം 10-നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചത് മുഹറം 10-നാണ്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തിരികെ നൽകിയത് മുഹറം 10-നാണ് എന്ന് തുടങ്ങുന്ന ധാരാളം സംഭവങ്ങൾ. ആരെങ്കിലും മുഹറം 10-ന് നോമ്പ് തുറപ്പിച്ചാൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ മുഴുവനും വയറു നിറയെ ഭക്ഷിപ്പിച്ചതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കിയവനായി. ആരെങ്കിലും യതീമിൻ്റെ തല തടകിയാൽ ആ തലയിലെ മുടിക്കനുസരിച്ച് അവൻ്റെ പദവി അള്ളാഹു ഉയർത്തുന്നതാണ്. ആരെങ്കിലും ഈ ദിവസം നോമ്പ് പിടിച്ചാൽ അവന് 1000 ഹാജിമാരുടെയും ഉംറ ചെയ്തവരുടെയും രക്തസാക്ഷികളുടെയും പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് തുടങ്ങി ധാരാളം ശ്രേഷ്ഠതകൾ. അതുപോലെ ആരെങ്കിലും മുഹറം 10-ന് കണ്ണിൽ സുറുമയിട്ടാൽ അവന് പിന്നെ ഒരിക്കലും ആ വർഷം ദുഃഖിക്കേണ്ടി വരികയില്ല. ആരെങ്കിലും മുഹറം മാസത്തിൽ കുളിച്ച് വൃത്തിയായാൽ പിന്നെ ആ വർഷം മുഴുവനും അവന് യാതൊരു വിധത്തിലുള്ള രോഗവും ബാധിക്കുന്നതല്ല എന്ന് തുടങ്ങുന്ന ധാരാളം വിശ്വാസങ്ങൾ. അതുപോലെ മുഹറം നോമ്പിന് ഇത്രയേറെ ശ്രേഷ്ഠതയും മഹത്വവും കൈവന്നത് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തുമായി ബന്ധപ്പെട്ടാണ് എന്ന വളരെ തെറ്റായ അബദ്ധജടിലമായ വിശ്വാസം. ഇതെല്ലാം മുഹറം മാസവുമായും മുഹറം 10-മായും ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രചാരത്തിലുള്ള വിശ്വാസങ്ങളും സംസാരങ്ങളുമാണ്. എന്നാൽ ഇതിനൊന്നിനും യാതൊരു വിധത്തിലുള്ള തെളിവുകളോ പ്രമാണങ്ങളോ ശരീഅത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും, അത്തരം വിശ്വാസങ്ങളിൽ നിന്നും, അത്തരം സംസാരങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടത്, മാറി നിൽക്കേണ്ടത് സത്യവിശ്വാസികൾ എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും കടമയും ബാധ്യതയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കി ധാരാളം നന്മകളും ഇബാദത്തുകളും അമലുസാലിഹാത്തുകളും ചെയ്ത് അതിനെ ധന്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.